ഹൈപ്പർ ടെൻഷൻ അല്ലെങ്കിൽ നമ്മൾ സാധാരണഗതിയിൽ പ്രഷറിൻ്റെ അസുഖം എന്നൊക്കെ പറയില്ലേ, ഹൈ പ്രഷറാണ്, അതിനെയാണ് നമ്മൾ ഹൈപ്പർ ടെൻഷൻ എന്ന് ടെക്നിക്കലി പറയുക. അപ്പം എന്താണ് ഹൈപ്പർ ടെൻഷൻ? നമ്മുടെ ബോഡിയിൽ ഹാർട്ട് ബ്ലഡ് പമ്പ് ചെയ്യുന്നു. ഈ ബ്ലഡ് നമ്മുടെ ശരീരത്തിലെ ഓരോ ഭാഗങ്ങളിൽ എത്തുന്നു. അപ്പം ഈ ഹാർട്ട് ബ്ലഡിനെ പമ്പ് ചെയ്യുന്ന പ്രഷർ കൂടിയാൽ സ്വാഭാവികമായിട്ട് ഈ ബ്ലഡിനെ ക്യാരി ചെയ്യണ ആർട്ടറീസിൽ, നമ്മുടെ ശരീരത്തിലെ രക്തധമനികളിലുള്ള ബ്ലഡിന്റെ പ്രഷർ കൂടുന്നു. അപ്പം നമ്മൾ അളന്നു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും, നമ്മൾ ആർട്ടറീസിലെയാണ് പ്രഷർ നോക്കുന്നത്. പ്രഷർ നോക്കണം എപ്പോഴും കയ്യിൽ കെട്ടിവെച്ചിട്ടല്ലേ. അപ്പോൾ അതിലെ കൂടെ പാസ് ചെയ്യുന്ന ആർട്ടറീസിന്റെ വാൾസിൽ അല്ലെങ്കിൽ അതിന്റെ ഭിത്തികളിൽ എന്ത് പ്രഷറാണോ ബ്ലഡ് എക്സേർട്ട് ചെയ്യണം അതിനെയാണ് നമ്മൾ ബ്ലഡ് പ്രഷർ എന്ന് പറയുക. അപ്പൊ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം അവിടെ എന്തിൻ്റെയാണ് ഡിഫക്റ്റ്. അതായത് നമ്മുടെ ഹൃദയം സാധാരണയെക്കാളും കവിഞ്ഞ് അത്രയധികം വർക്ക് ചെയ്തിട്ട് വേണം ഈ ബ്ലഡ് പമ്പ് ചെയ്യേണ്ടത്. അതാണ് ബ്ലഡ് പ്രഷറിന്റെ ഏറ്റവും വലിയ കോംപ്ലിക്കേഷനും. ഹാർട്ടിനാണ് ഏറ്റവും കൂടുതൽ സ്ട്രെയിൻ വരുന്നത്. അപ്പം എങ്ങനെയൊക്കെയാണ് നമ്മൾ ഹൈപ്പർ ടെൻഷനെ കാറ്റഗറൈസ് ചെയ്യുക? അപ്പം നമ്മൾ പ്രൈമറി ഹൈപ്പർ ടെൻഷൻ എന്നും പറഞ്ഞ് സാധാരണഗതിയിൽ പറഞ്ഞ പ്രൈമറി ഹൈപ്പർ ടെൻഷനും സെക്കൻഡറി ഹൈപ്പർ ടെൻഷനും. അപ്പോൾ പ്രൈമറി ഹൈപ്പർ ടെൻഷന് പിന്നെ ഒരു പേരുണ്ട്, എസെൻഷ്യൽ ഹൈപ്പർ ടെൻഷൻ. അപ്പോൾ ഈ പേര് കേൾക്കുമ്പോൾ പലരും വിചാരിക്കാറുണ്ട് ഇത് അത്യാവശ്യം വേണ്ട ഒരു ഹൈപ്പർ ടെൻഷനാണ്, ഇത് ബ്ലഡിൽ വേണ്ട ഒരു സംഭവമാണ്. ആക്ച്വലി അങ്ങനെയല്ല. ഒരു ബോഡി നോർമലി ഫങ്ഷൻ ചെയ്യുമ്പോൾ വേണ്ട ഒരു പ്രഷറാണ് ബ്ലഡ് പ്രഷർ എങ്കിൽ എസെൻഷ്യൽ ഹൈപ്പർ ടെൻഷൻ എന്ന് വെച്ചാൽ നമുക്കൊരു അസുഖം വരുന്നു, നമ്മളൊരു ഡോക്ടറെ കാണാൻ പോകുന്നു, നമുക്ക് പ്രത്യേകിച്ച് ലക്ഷണങ്ങളൊന്നുമില്ല, പക്ഷേ ഡോക്ടർ നമ്മുടെ പ്രഷർ നോക്കുമ്പോൾ പ്രഷർ ഇച്ചിരി കൂടി നിൽക്കുന്നു. അപ്പോൾ ഈ പ്രഷർ കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഡോക്ടർ പറയും കുറച്ച് ഭക്ഷണത്തിലൊക്കെ കുറച്ച് ക്രമീകരണം വരുത്തുക, നിങ്ങൾ ചെറിയ എക്സസൈസസ് ഒക്കെ ചെയ്യുക, അപ്പം നിങ്ങളുടെ ഇത് ഓക്കെ ആയിക്കോളൂ എന്ന് പറഞ്ഞു വിടുന്നു. പക്ഷെ വീണ്ടും നമ്മൾ ഏതെങ്കിലും കാരണത്താൽ ഈ ഡോക്ടറല്ല വേറൊരു ഡോക്ടറെയോ വേറൊരു ഹോസ്പിറ്റലോ പോകുമ്പോൾ വീണ്ടും നോക്കുമ്പോൾ നമ്മുടെ പ്രഷർ കൂടി നിൽക്കുന്നു. പക്ഷെ ഇതുകൊണ്ട് നമുക്ക് ശാരീരികമായോ മാനസികമായോ പ്രത്യേകിച്ചൊരു പ്രശ്നമില്ല. ഈ റിപ്പോർട്ട് അറിയുന്നത് വരെ നമുക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. അതാണ് നമ്മൾ യൂഷ്വലി പ്രൈമറി ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുക. അതായത് ഒരു ബോഡി ഫങ്ഷൻ ചെയ്യുമ്പോൾ ആ ഫങ്ഷനിങ്ങിന്റെ കോസിൽ അത് യൂഷ്വലി പ്രൈമറി ഹൈപ്പർ ടെൻഷൻ കാണുന്ന ഒരു ഏജ് കഴിഞ്ഞിട്ടാണ്, ഒരു പ്രായം കഴിഞ്ഞ് മിക്കവരിലും കാണാറുണ്ട്. പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല, പ്രത്യേകിച്ച് പ്രശ്നങ്ങളുമില്ല. പക്ഷെ അതൊരു പരിധിക്കപ്പുറം റെഗുലറായിട്ട് റീഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളതിനെ മാനേജ് ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നുണ്ട്. പിന്നെയാണ് സെക്കൻഡറി ഹൈപ്പർ ടെൻഷൻ. സെക്കൻഡറി എന്ന് പറയുമ്പോൾ തന്നെ എന്തിനെയെങ്കിലും സെക്കൻഡ് ചെയ്തുകൊണ്ട് വരുന്നത്. അതായത് നമുക്ക് ശരീരത്തിൽ പലതരം അസുഖങ്ങൾ ഉണ്ടാവാം അല്ലെ. അഡ്രിനൽസ് അല്ലെങ്കിൽ റീനൽ ഗ്ലാൻസിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവാം, നമ്മുടെ ആർട്ടറീസിന് എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടാവും. ആർട്ടറീസ് എന്ന് വെച്ചാൽ രക്തധമനികളിൽ കട്ടി കൂടി അതിൻ്റെ അകത്തുള്ള സ്പേസ് കുറഞ്ഞാൽ പ്രഷർ കൂടാം. പിന്നെ അതുപോലെ തന്നെ തൈറോയിഡിൻ്റെ ഇഷ്യൂസ് നമുക്ക് ഉണ്ടാവാം. നമുക്ക് കുറേ അധികം സ്ട്രെസ്സ് വന്നിട്ട് കുറച്ച് ഇഷ്യൂസ് ഉണ്ടാവാം. അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള മരുന്നുകൾ കഴിക്കുന്നത് കൊണ്ട് നമ്മളുടെ ബോഡിയിൽ പ്രഷർ കൂടാം. അല്ലെങ്കിൽ ഹോർമോൺസിൽ വരുന്ന വ്യതിയാനങ്ങൾ കാരണം പ്രഷർ കൂടാം. അപ്പം ഇവയെല്ലാം ഈ കാരണമുണ്ടാവുന്ന ഹൈപ്പർ ടെൻഷനാണ്. അപ്പം അതിനെയാണ് നമ്മൾ സെക്കൻഡറി ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുക. ഇത് കൂടാതെ വേറെ 2 പ്രഷർ കണ്ടീഷൻസും കൂടെയുണ്ട്, ഹൈപ്പർ ടെൻഷൻസും കൂടെയുണ്ട്. ഒന്നെന്ന് പറയുന്നത് മാലിഗ്നന്റ് ഹൈപ്പർ ടെൻഷനാണ്. അത് സഡൻ റൈസ് ഓഫ് പ്രഷറാണ്. ബ്ലഡ് പ്രഷർ പെട്ടെന്ന് കൂടുന്നു, വലിയ ഈ സ്ട്രോക്ക് ഒക്കെ വരിക, അല്ലെങ്കിൽ എക്ലാംസിയ അല്ലെ പ്രഗ്നൻസി സമയത്ത് ചിലപ്പം ചില സ്ത്രീകൾക്ക് ഫിറ്റ്സ് ഒക്കെ വന്ന് അബോർഷൻ സംഭവിച്ചു പോവുകയോ കുഞ്ഞ് മരിച്ചു പോവുകയോ അല്ലെങ്കിൽ അമ്മ മരിച്ചു പോവുകയോ ഒക്കെ ഉണ്ടാവാറുണ്ട്. അതാണ് എസെൻഷ്യൽ ഹൈപ്പർ ടെൻഷൻ. പെട്ടെന്ന് ചില സാഹചര്യങ്ങളിൽ പെട്ടെന്ന് BP കൂടിയിട്ട് അതുകൊണ്ട് വലിയ ഡ്രാസ്റ്റിക് ചേഞ്ചസ് ആണ്, എന്താ പറയുക, നമ്മുടെ ശരീരത്തിനെ ബോഡിയെ വല്ലാതെ അധികമായിട്ട് ബാധിക്കുന്ന കണ്ടീഷൻസ് വരുന്നതിനാണ് നമ്മൾ മാലിഗ്നന്റ് ഹൈപ്പർ ടെൻഷനും പിന്നെ റെസിസ്റ്റന്റ് ഹൈപ്പർ ടെൻഷൻ. റെസിസ്റ്റന്റ് ഹൈപ്പർ ടെൻഷൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ എത്ര മരുന്നൊക്കെ ചെയ്തു കഴിഞ്ഞാലും ആ ഹൈപ്പർ ടെൻഷന് പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടാവില്ല. ആ BP യുടെ വാല്യൂസിന് അത് യൂഷ്വലി പ്രായമായ ആൾക്കാരിൽ, ഡയബറ്റിസ് കണ്ടിന്യൂസ് ആയിട്ട് ഡയബറ്റിസ് ഉള്ള ആൾക്കാരിൽ, പാർക്കിൻസോണിസ് അങ്ങനത്തെ അസുഖങ്ങളൊക്കെ ഉള്ള ആൾക്കാരിൽ കാണും. നമ്മൾ ഇതിന് പ്രത്യേകിച്ച് മരുന്ന് ചെയ്തു കഴിഞ്ഞാലും ഈ പ്രഷർ അങ്ങനെ തന്നെ നിൽക്കും. മരുന്നുകളോട് റെസിസ്റ്റന്റ് ആയിട്ടൊരു ഹൈപ്പർ ടെൻഷൻ ഉണ്ടാവുക. അപ്പോൾ ഇത്തരത്തിലാണ് നമ്മൾ ഹൈപ്പർ ടെൻഷൻ അല്ലെങ്കിൽ ഹൈ BP അല്ലെങ്കിൽ രക്താതി സമ്മർദ്ദത്തിനെ ക്ലാസിഫൈ ചെയ്യുക. പക്ഷേ ഇതിൽ മെയിൻലി കാണപ്പെടുന്നത് ആദ്യത്തെ 2 സംഭവങ്ങളാണ്. അപ്പോൾ കാരണങ്ങൾ ഞാൻ ഓൾറെഡി പറഞ്ഞു അല്ലേ. പ്രൈമറിക്ക് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല, ജനറ്റിക് റീസൺസ് ഉണ്ടാവാം, നമ്മുടെ ഫാമിലി ഹിസ്റ്ററി ഉണ്ടെങ്കിൽ അതൊരു കാരണമാകാം, പിന്നെ ലോങ് ടേം എന്തെങ്കിലും മെഡിക്കേഷൻസ് ഉണ്ടെങ്കിൽ അതും ഒരു കാരണമാകാം. സെക്കൻഡറിക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ വേറെ ഏതെങ്കിലും അസുഖത്തിന്റെ ഫലമായിട്ടുണ്ടാവുന്ന ഹൈപ്പർ ടെൻഷൻ അല്ലെങ്കിൽ ബ്ലഡ് പ്രഷർ കൂടുക എന്നുള്ളതാണ് സെക്കൻഡറി. അപ്പൊ എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് BP ഉണ്ടെന്ന് അറിയുക? നമ്മളിപ്പോൾ ചിലപ്പോൾ പറയാറുണ്ട് അല്ലെ, ബസ് സ്റ്റാൻഡിലൊക്കെ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് തല കറങ്ങി വീണ് ആശുപത്രി കൊണ്ടുപോയി കഴിഞ്ഞപ്പം BP ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതുപോലെ തലവേദന ഉണ്ടാവാം. തലവേദനയാണ് ബ്ലഡ് പ്രഷറിൽ ഉണ്ടാവുന്ന മാറ്റങ്ങളുടെ ആദ്യ ലക്ഷണം. തലക്കറക്കം പിന്നീട് വരുന്ന ഒരു കാരണമാണ്. ആദ്യമായിട്ട് കാണപ്പെടുന്നത് തലയ്ക്കൊരു ഭാരം,
അല്ലെങ്കിൽ ഒരു ലൈറ്റ് ഫീലിംഗ്, തലയ്ക്കൊരു എന്തോ ഒരു പ്രശ്നമുണ്ട് ഒരു വല്ലായ്മ എന്നാണ് സാധാരണ ആൾക്കാർ പറയുക, അതുണ്ടാവാം. തലക്കറക്കം ഉണ്ടാവാം. ഇങ്ങനെ എന്തെങ്കിലും കഴിക്കുമ്പോൾ ചിലപ്പോൾ ഒരു ഓക്കാനോ ഛർദിലോ ഒക്കെ ഫീൽ ചെയ്യാം. അമിതമായ ക്ഷീണം തോന്നാം. പല കാര്യങ്ങളും ചെയ്യാൻ പറ്റാണ്ട് വരാം. ചില വ്യക്തികളിൽ ഇത് ഉറക്കമില്ലായ്മയിലേക്ക് നയിക്കുക. അതേസമയം ചില ആൾക്കാരിൽ അമിതമായ ഉറക്കം വരിക, എപ്പോഴും കോട്ടുമായിട്ടിരിക്കുക, അല്ലെങ്കിൽ ഉറക്കം തൂങ്ങുക. പക്ഷെ കിടന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഉറക്കം വരണമെന്നില്ല. ഇത് കൂടാതെ വിശപ്പിലുണ്ടാവുന്ന മാറ്റങ്ങൾ, അങ്ങനെ ചെറിയ ചെറിയ സാധാരണ ഏത് അസുഖം വന്നാലും നമ്മുടെ കൂടെ ഉണ്ടാവുന്ന പോലത്തെ ലക്ഷണങ്ങൾ ഉണ്ടാവാം. പക്ഷെ ഹൈപ്പർ ടെൻഷൻ നമ്മൾ കൺട്രോൾ ചെയ്തില്ലെങ്കിൽ ഇതൊന്നെങ്കിൽ സ്ട്രോക്കിൽ അല്ലെങ്കിൽ CVA അല്ലെ കാർഡിയോ വാസ്കുലർ ആക്സിഡൻസിൽ ഒക്കെ എൻഡപ്പ് ചെയ്യും. സെറിബ്രോ വാസ്കുലർ ആക്സിഡൻസിൽ അല്ലെങ്കിൽ കാർഡിയാക് ഇഷ്യൂസിലേക്കൊക്കെ എൻഡപ്പ് ചെയ്യും. എന്ന് വെച്ചാൽ ഇത്രയും ഹൈ പ്രഷറിൽ നമ്മുടെ ഹാർട്ട് ബ്ലഡ് പമ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഹാർട്ടിന് സ്ട്രെയിൻ കൂടുതൽ വന്നിട്ട് അവിടെ ഒരു കാർഡിയാക് ഇഷ്യൂ ഉണ്ടാവാൻ, അല്ലെങ്കിൽ ഹൃദയാഘാതം പോലത്തെ കണ്ടീഷൻസ് വന്ന് ചേരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ ഹൈപ്പർ ടെൻഷൻ പ്രിവെൻറ്റ് ചെയ്യാം, എങ്ങനെയാണ് പ്രിവെൻറ്റ് ചെയ്യുക? അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, നമ്മുടെ ഫാമിലി ഹിസ്റ്ററി ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ സാഹചര്യങ്ങളുണ്ട്, ഇത്തരത്തിലുള്ള അസുഖങ്ങൾ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ചെറിയ ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അത് അവോയ്ഡ് ചെയ്യാനായിട്ട് നമ്മുടെ ഭക്ഷണത്തിൽ നല്ല രീതിയിൽ ക്രമീകരണം വരുത്തണം. ബിക്കോസ് ഉപ്പുമായിട്ട് വളരെയേറെ ബന്ധപ്പെട്ടിരിക്കുന്നതാണ് ഹൈപ്പർ ടെൻഷൻ. നമുക്കറിയാം, സോഡിയം സോൾട്ട്, അത് പലരും പറയാറുണ്ട് ഇന്ദുപ്പ് കഴിച്ചാൽ BP കുറയും. ഇന്ദുപ്പും കൂടാൻ പാടില്ല, പക്ഷെ സോഡിയം സോൾട്ടിനേക്കാളും ബെറ്റർ പൊട്ടാഷ്യം സോൾട്ടായ ഇന്ദുപ്പായിരിക്കും. അപ്പോൾ സോഡിയത്തിൻ്റെ ഉണക്കമീൻ, പപ്പടം, അച്ചാറുകൾ, ഇത്തരത്തിലുള്ള ഭക്ഷണമൊക്കെ നമ്മൾ നല്ലപോലെ റെസ്ട്രിക്റ്റ് ചെയ്യേണ്ടതുണ്ട്. ഡാഷ് ഡയറ്റ് എന്ന് പറയുന്നത്, അതായത് ഡയറ്റ് ഫോർ എന്താ പറയുക, കൺട്രോളിങ് ഹൈപ്പർ ടെൻഷൻ അല്ലെങ്കിൽ ടു സ്റ്റോപ്പ് ഹൈപ്പർ ടെൻഷൻ എന്ന് പറഞ്ഞ ഒരു ഡയറ്റ് തന്നെയുണ്ട്. എണ്ണമയം തീരെ കുറഞ്ഞ ഫുഡ്, സാച്ചുറേറ്റഡ് ഫാറ്റ്സ് ഒന്നുമില്ല, സോൾട്ട്സ് ഒന്നുമില്ല, ജങ്ക് ഒന്നുമില്ല, പ്രോസസ്ഡ് അല്ലാത്ത ഫുഡ്, ഹൈ ഫൈബർ ഡയറ്റ്, ഇത്തരത്തിലുള്ള ഭക്ഷണമാണ് ഹൈപ്പർ ടെൻസീവ് ആയിട്ടുള്ള ഒരു പേഷ്യൻറ്റ് കഴിക്കേണ്ടത്. ഇത് കൂടാതെ മോഡറേറ്റ് എക്സസൈസസ്, ഒരിക്കലും ഹൈപ്പർ ടെൻഷനുള്ള ഒരാളെ എക്സസൈസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ വലിയ കാര്യങ്ങൾ ചെയ്യരുത്. സിമ്പിൾ ആയിട്ടുള്ള ബ്രിസ്ക് വാക്കിംഗ് പോലത്തെ ചെറിയ എക്സസൈസസ് ഒരു റെഗുലർ ഹാബിറ്റ് ആക്കുക. ഹെൽത്തി ഹീറ്റിംഗ് ഹാബിറ്റ്സ്, സ്മോക്കിംഗ് ആൻഡ് ആൽക്കഹോൾ ഉണ്ടെങ്കിൽ അത് പരമാവധി സ്മോക്കിംഗ് നിർത്തുക തന്നെ ചെയ്യണം. ആൽക്കഹോളിസം പരമാവധി കുറച്ച് ഇൻടേക്ക് തീരെ കുറയ്ക്കുക. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്ത് ഒരു നോർമൽ ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയാണ്. വെയിറ്റ് റെഡ്യൂസ് ചെയ്യാനുള്ള മാർഗങ്ങൾ നമ്മൾ കൈക്കൊള്ളുകയാണെങ്കിൽ നമുക്ക് ഹൈപ്പർ ടെൻഷൻ അസുഖമായിട്ട് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ പോലും ഒരു ഹെൽത്തി ലിവിങ് ലീഡ് ചെയ്യാം. ഇത് കൂടാതെ നമുക്ക് സെറ്റ് ഓഫ് മെഡിസിൻസ് ഉണ്ട്. ലൈഫ് ലോങ് ഹൈപ്പർ ടെൻഷന് മെഡിസിൻ കഴിക്കേണ്ടി വരുന്നത് ശരിക്കും അസുഖം കൊണ്ട് നടക്കുന്നത് പോലെ തന്നെയാണ്. ശരിക്കും നമ്മുടെ ഹോമിയോപ്പതിയിൽ നമുക്ക് ഫോർ എ ഷോർട്ട് പീരിയഡ് മെഡിസിൻസ് കഴിച്ചു കഴിഞ്ഞാൽ BP അല്ലെങ്കിൽ ബ്ലഡ് പ്രഷർ തിരിച്ച് ബാക്ക് ടു നോർമൽ വരുത്തി ഒരു നോർമൽ ലൈഫ് തന്നെ ലീഡ് ചെയ്യാം. വിത്ത് ഓൾ ദീസ് നമ്മുടെ ജനറൽ മാനേജ്മെന്റ് മെഷേഴ്സും കൂടെ അതിൻ്റെ കൂടെ എടുത്തു കഴിഞ്ഞാൽ ഒരു ഹെൽത്തി ലൈഫ് ലീഡ് ചെയ്യാൻ പറ്റും.